ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ക്രാഫ്റ്റ് സീരീസ് സോ സോറി ഇപ്പൊ രാത്രിയാട്ടോ, സമയം 7:30ആയി. ഞാൻ ഈ ഫെയറി ലൈറ്റ്സിന്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പൊ അതിൽ ഞാൻ വിചാരിച്ചു രാത്രിയാണെങ്കിലും കുറച്ചുകൂടി നന്നായി കാണിച്ചു തരാൻ പറ്റാം. പകൽ വെളിച്ചത്തിലാകുമ്പോൾ ഒട്ടും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ രാത്രി നേരത്ത് ഇരുന്ന് ഷൂട്ട് ചെയ്യണത്. കുറച്ച് ബഹളങ്ങൾ ഉണ്ടാവും, പട്ടിയുടെ കൊരയും ചീവീരിന്റെ കരച്ചിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്ന് ഇഗ്നോർ ചെയ്യാം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് സീരീസിലെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. 4ാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി 3 വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവര് എല്ലാവരും കണ്ടു നോക്കുക. നമ്മൾ ആകെ 3 ക്രാഫ്റ്റ് വീഡിയോസ് ആയിട്ടേ ചെയ്തിട്ടുള്ളൂ ചാലും, അതായത് 3 വീഡിയോസ് ആയിട്ടേ ഇട്ടിട്ടുള്ളൂ എങ്കിലും നമ്മൾ ഒരു ഫസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോയിൽ നമ്മൾ 3 എണ്ണം കാണിച്ചിട്ടുണ്ട്, പിന്നത്തേൽ 9 എണ്ണം കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതിൽ ഇന്നലെ ആക്ച്വലി മിനിഞ്ഞാന്ന് ചെയ്തതിൽ നമ്മൾ 6 എണ്ണം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത്രയധികം ക്രാഫ്റ്റ് കാണിച്ചിട്ടുള്ള കാരണം ഞാൻ വിചാരിച്ച ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട് വളരെ എളുപ്പത്തിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഫെയറി ലൈറ്റ്സ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ഫെയറി ലൈറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിട്ട് നമ്മുടെ വീട് വളരെ എളുപ്പത്തിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുള്ളത്. എസ്പെഷ്യലി ഇപ്പൊ ക്രിസ്മസ് ടൈം ആണ്, ന്യൂ ഇയർ ടൈം ആണ്. അപ്പൊ നമ്മുടെ വീട് ഇങ്ങനെ ജിൽ 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 നിൽക്കുമ്പോൾ നല്ല രസമല്ലേ. പ്രത്യേകിച്ച് ഞാൻ പറയാറില്ലേ, ഗോവയിലാണ് നമ്മള്. അപ്പോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമയത്ത് ഒരു നവംബർ തൊട്ടിട്ട് അങ്ങോട്ട് വീട് എന്ത് രസമായിട്ടാണെന്നറിയോ. നിറയെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ലൈറ്റ്സ് ഇട്ടിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ കഴിഞ്ഞ ബ്ലോഗ്സിലൊക്കെ കാണിച്ചു തരുന്നുണ്ടായില്ലേ, അതിലും കുറെ ഉണ്ടാവും കേട്ടോ. ഇത്തവണ ഈ കൊറോണ ഇഷ്യൂസും ഒക്കെ കാരണം, കോവിഡിന്റെ ഇഷ്യൂസ് ഒക്കെ കാരണം ആകെ ഒന്ന് ഡള്ളായിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറെ വീടുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഫെയറി ലൈറ്റ്സ് ഒക്കെ നോക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 5 എണ്ണത്തിന് മീതി ഉണ്ട് കേട്ടോ. ചിലതൊക്കെ കുറേ നാൾ മുമ്പ് മേടിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പ്രൈസ് അറിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പ്രൈസ് എന്താന്ന് നോക്കിയിട്ട് ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം. മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സും ഇടാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫയർ ഫ്ലൈ ഫെയറി ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈറ്റ്സ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുഞ്ഞായിരിക്കും. ഈ മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ തന്നെ വളരെ കുഞ്ഞു ലൈറ്റ്സ് ആയിരിക്കും, പക്ഷെ ഭയങ്കര ഗോർജിയസ് ആയിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇത് കൂടുതലും ഇങ്ങനത്തെ കോപ്പർ വയേഴ്സിലാണ് കേട്ടോ വരിക. ഇങ്ങനത്തെ വയേഴ്സിലാണ് വരിക. ഇങ്ങനത്തെ വളയും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് സൂക്ഷിക്കണം, പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട്. എന്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരെണ്ണം പണ്ടുണ്ടായിരുന്നത് പൊട്ടി പോവാണ് ചെയ്തത്. പിന്നെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നാശായത് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ കുറേ കാലമായി ഉപയോഗിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ആയിട്ട് ഇടുന്നത് ഇതാണ്. അപ്പോൾ ഒരുപാട് പേര് ബാക്ക്ഗ്രൗണ്ടിൽ ഏത് ലൈറ്റാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് കേട്ടോ. ഇത് 10 മീറ്ററിന്റെ ഫെയറി ലൈറ്റ് ആണ്. 300 രൂപയാണ് കേട്ടോ. ഇതിന്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത് നമുക്ക് USB കേബിളിൽ യൂസ് ചെയ്യാം. അപ്പൊ ഇതാ ഇങ്ങനെയാണ് വരിക, USB കേബിൾ ആയിട്ട് ഇങ്ങനെയാണ് വരിക. അപ്പൊ നമുക്കത് ഇങ്ങനത്തെ ഒരു സംഗതി വേണം ഇത് പ്ലഗ് ഇൻ ചെയ്യാനായിട്ട്. ഇതിപ്പോ നമ്മുടെ മൊബൈലിന്റെ പഴയതൊക്കെ ഉണ്ടാവില്ല, അത് മതി. കാരണം ഇതിനധികം ചാർജൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കറണ്ടൊന്നും എടുക്കില്ലല്ലോ. അപ്പോൾ പഴയതാണെങ്കിലും മതി. അത് കൂടാണ്ട് നമുക്ക് ബാറ്ററിയിലും യൂസ് ചെയ്യാവുന്നതാണ്. കാരണം എല്ലാവിടെയും നമുക്ക് പ്ലഗ് ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെക്കറേറ്റീവ് പീസ് ലൈറ്റ് ഇങ്ങനെ ഫെയറി ലൈറ്റ്സ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കണമെങ്കിൽ നമുക്ക് ബാറ്ററി വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ബാറ്ററി വെച്ചിട്ട് എത്ര എണ്ണം മുതലാവും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ബാറ്ററി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഫുൾ നൈറ്റ് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അധികം ദിവസം നിൽക്കില്ല കേട്ടോ, തീർന്നു. അപ്പോൾ ഇങ്ങനെ തന്നെ മേടിച്ച് വെച്ചാൽ നല്ലതാണ്. പ്ലഗ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ബാറ്ററി വെച്ചിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ഒരേ സമയത്ത് പറ്റണത്. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി മറിച്ച് യൂസ് ചെയ്യാമല്ലോ. ഇത് നല്ലതാട്ടോ. 10 മീറ്റർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വലുത്. എനിക്ക് ഇങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഒരു 7-8 മാസമായിട്ട് ഞാൻ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണതാണ്. ഇതുവരെയും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യണതാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടതാണ്. നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ചുറ്റി വെക്കാൻ പെർഫെക്റ്റ്. 10 മീറ്റർ ഉണ്ടല്ലോ. ഇനി ക്രിസ്മസ് ട്രീയിലല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് പല രീതിയിൽ യൂസ് ചെയ്യാം. നമുക്കൊരു ജാറിനകത്ത് ഇട്ട് വെക്കാം, ഒരു ബോട്ടിലിനകത്ത് ഇട്ട് വെക്കാം. നല്ല നീളം ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ബോട്ടിലിനകത്ത് ചിലപ്പോൾ ഇത് അധികമായിന്ന് വരും. പക്ഷെ ഒരു വലിയ ജാറ്, ഗ്ലാസ് ജാറാണെങ്കിൽ അതിലിട്ട് വെക്കാം. ഏതെങ്കിലും ഒരു ഡെക്കറേറ്റീവ് പീസിന് ചുറ്റും ഇങ്ങനെ ചുറ്റി വെക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെ തന്നെ ചെറുത് മേടിച്ചാൽ മതി കേട്ടോ. ചെറുത് മേടിക്കുകയാണെങ്കിൽ 2 മീറ്ററിന്റെ ഉണ്ട്, 5 മീറ്ററിന്റെ ഉണ്ട്, 1 മീറ്ററിന്റെ ഒക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് വിലയും കുറയും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ചെറുത് വേണമെങ്കിൽ ബോട്ടിലിനകത്ത് ഇട്ട് വെക്കാനായിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് മേടിക്കാവുന്നതാണ്. പലതരത്തിൽ പല രീതിയിലും നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിന്റെ ഒരു ഫേവറേറ്റ് ഫെയറി ലൈറ്റ് ആണ്. അടുത്തത് റൈസ് ഫെയറി ലൈറ്റ്സ് എന്നാണ് കേട്ടോ ഇതിന്റെ പേര് പറയാ. അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിന് ഓരോന്നിനും ഓരോ പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വയറായിട്ട് തന്നെയാണുള്ളത്. എന്നിട്ട് കുട്ടി
ഫെയറി ലൈറ്റ് ആണ് കേട്ടോ, അതേ കണ്ടോ. പക്ഷെ ഇതിന് അത്യാവശ്യം നീളമുണ്ട്. എനിക്ക് തോന്നുന്നു 10 മീറ്ററിനെക്കാട്ടിലും മീതയുണ്ട്, 10-12 മീറ്റർ ഒക്കെ ഉണ്ട്. പക്ഷെ നല്ല വിലക്കുറവാട്ടോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 200-250 രൂപയുള്ളൂ. പക്ഷെ അതിന്റെ ക്വാളിറ്റി കുറവുണ്ട്. കാരണം ഇത് ഇപ്പൊ തന്നെ ചൂടായി തുടങ്ങി, ഒരു ചൂടുണ്ടാവും ഇതിന്. അപ്പൊ അത് എത്ര കണ്ടും നല്ലതാണെന്ന് എനിക്ക് അറിയില്ല. പെട്ടെന്ന് തന്നെ അടിച്ചു പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അത് കുറെ നാളായിട്ട് ഉണ്ട് കേട്ടോ എന്റെ കയ്യില്. ഞാൻ ഈ ക്രിസ്മസ് സീരീസിൽ എന്തെങ്കിലും ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ട് മേടിച്ചു വെച്ചത്. അങ്ങനെ വിലക്കുറവിൽ കണ്ടപ്പോൾ നല്ല ചൂടുണ്ട്. പിന്നെ വിലക്കുറവായതുകൊണ്ട് ഞാൻ പിന്നെ റിട്ടേൺ ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇത് നല്ല നീളമുള്ള കാരണം തന്നെ നമുക്ക് നമ്മുടെ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ, ഈ കേർട്ടൻ്റെ അവിടേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഞാൻ ആക്ച്വലി ഈ ബ്രാഞ്ചസ് ഇല്ലേ, നമ്മുടെ ഉണങ്ങിയ കമ്പ് വെച്ചിട്ടൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ വിചാരിക്കുന്നത് ഇതിങ്ങനെ ഫുള്ള് ചുറ്റി വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് മേടിച്ചത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ആക്കി എടുക്കാം. നമുക്ക് ഭയങ്കര വിലക്കുറവുള്ള ഒരു ഫെയറി ലൈറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇതാവാട്ടോ. ഈ ചൂടാവണതാണ് ഒരു പ്രശ്നം, പിന്നെ ചൂടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അറിയില്ല എത്ര നിൽക്കും എന്നുള്ളത്. പക്ഷെ ഇത്ര രൂപയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ചധികം നാളെ നിന്നിട്ട് പിന്നെ കേട് വന്ന് പോയാലും പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. കുറച്ച് നാൾ മുമ്പ് ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. ഇതിങ്ങനെ വൈറ്റ് വയർ ഇങ്ങനെ എടുത്തറിയണ കാരണം ക്രിസ്മസ് ട്രീയുടെ ഒക്കെ ചുറ്റും ചുറ്റിയാലേ എത്ര കണ്ടും നന്നാവും അറിയില്ല. കാരണം ഫുൾ ഇങ്ങനെ വൈറ്റ് അല്ല, ഇടയ്ക്ക് മാത്രം ഒരു കുഞ്ഞി ലൈറ്റേ ഉള്ളൂ. അപ്പോൾ ക്രിസ്മസ് ട്രീ ഗ്രീൻ ആകുമ്പോൾ അതിന് ചുറ്റും ചുറ്റി വരുമ്പോൾ എത്ര അത് ഭംഗിയായിട്ട് നിൽക്കുന്നുള്ള കാര്യം സംശയമാണ് കേട്ടോ. പക്ഷെ വേണമെങ്കിൽ ക്രിസ്മസ് ട്രീയുടെ ചുറ്റും ചുറ്റി വെക്കാം, അല്ലെങ്കിൽ വേറെ ഡെക്കറേഷൻസിനൊക്കെ യൂസ് ചെയ്യാം. ഇത് മെയിൻലി കേർട്ടൻ്റെ മുകളിലായിട്ട് ഇടുമ്പോൾ രസം ഉണ്ടാവും കേട്ടോ. വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൂമിലുള്ള കേർട്ടൻ്റെ മീതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഫെയറി ലൈറ്റ് ആണ്. വളരെ അഫോർഡബിൾ ആണ്. ആക്ച്വലി ഭയങ്കര ചീപ്പാണ് കേട്ടോ ഇങ്ങനത്തെ ലൈറ്റ്സ്. ഇത് നമുക്ക് കടകളിലും ഈസിലി മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ് നോക്കണമെന്ന് വെച്ചാൽ ഈ ഫെയറി ലൈറ്റ് യൂസ് ചെയ്യാം. ഈ കഴിഞ്ഞ രണ്ടെണ്ണവും നമ്മൾ വോം ലൈറ്റ് ഉള്ളതാണല്ലേ കണ്ടത്. കണ്ടോ, ഇതൊക്കെ വോം ലൈറ്റ്സ് ആണ്. നേരത്തെ കണ്ടതും ഈ കോപ്പർ വയറിലുള്ളത് വോം ലൈറ്റ് ആണ്. നമുക്ക് ഇതിന് തന്നെ വൈറ്റ് ലൈറ്റും കിട്ടും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം, വോം അല്ലെങ്കിൽ വൈറ്റ് മേടിക്കാം. എനിക്ക് കൂടുതലും വോം ലൈറ്റ്സ് ആണ് ഇഷ്ടം. അതായത് ഒരു യെല്ലോ ഇഷ്ടമുള്ള ലൈറ്റില്ലേ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഈ കളർഫുൾ ആയിട്ടുള്ള ഫെയറി ലൈറ്റ്സ് നോക്കാം. ഇത് ഭയങ്കര രസമാണ്. എന്ത് ക്യൂട്ടാന്ന് അറിയോ കാണാനായിട്ട്. ഇത് കണ്ടോ, ശരിക്കും കണ്ടോ, ഇതാ ഇങ്ങനെ ഉണ്ടിയായിട്ടാണ് കേട്ടോ ഉള്ളത്. ഭയങ്കര ക്യൂട്ടാ. ഇതിന്റെ വയറ് ബ്ലാക്ക് ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കളേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 3 കളേഴ്സ് ഉണ്ട്. ഒരു ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട് ഒരെണ്ണത്തില്. മറ്റേത് നോക്കുകയാണെങ്കിൽ പേർപ്പിൾ ഉണ്ട്, പിങ്ക് ഉണ്ട്. അങ്ങനെ ഇത് മാറിയും പറഞ്ഞു, അതായത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് പോകുന്നുള്ളതാണ്. ഇതിന് അത്ര നീളമില്ല കേട്ടോ. ശരിയാണെങ്കിൽ 2 മീറ്ററൊക്കെ കഷ്ടി ഉണ്ടാവുള്ളൂ. പക്ഷെ 200 സംതിങ് രൂപയുണ്ട്. ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. പക്ഷെ നല്ല രസമുണ്ട്. ഇത് നമുക്ക് ക്രിസ്മസ് ട്രീയുടെ ചുറ്റും ചുറ്റി വെക്കാവുന്നതാണ്. ഡാർക്ക് ഗ്രീൻ ഒക്കെ അല്ലേ, അപ്പൊ അതിനിപ്പോൾ ഈ ബ്ലാക്ക് വയർ വരുമ്പോൾ അത്രയ്ക്കൊന്നും അറിയില്ല. അത് മാത്രമല്ല ഇതിലെ ലൈറ്റ്സ് ഭയങ്കര വലുതല്ലേ. അപ്പൊ ഇങ്ങനത്തെ ആകുമ്പോൾ അത് വൈറ്റ് ആണെങ്കിലും വയറ് വൈറ്റ് ആണെങ്കിലും നമുക്ക് ഈ ക്രിസ്മസ് ട്രീയുടെ ചുറ്റും ചുറ്റി വെക്കുമ്പോൾ ഈ ലൈറ്റ് നല്ല ബ്രൈറ്റ് ആയതുകൊണ്ട് ഈ വയർ അറിയില്ല. ഷോ വാക്കുകൾ ഇങ്ങനെ നാക്ക് ഉടുക്കുന്ന വാക്കുകൾ. അപ്പൊ ഇത് നല്ല പ്രിറ്റി ആയിട്ടുള്ള ഭയങ്കര രസമായിട്ടുള്ള ഫെയറി ലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കളേഴ്സ് ഉള്ള ഫെയറി ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇത് നോക്കാം. നമ്മുടെ ഈ സാധാരണ ഈ ലോക്കൽ ലൈറ്റ്സ് ഉണ്ടല്ലോ, അത് കണ്ടോ, ഇങ്ങനത്തെ ലൈറ്റ്സിനെ കണ്ട് എന്തുകൊണ്ടും ഭംഗിയത്. ഇത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, ഭയങ്കര കോമൺ അല്ലേ. പക്ഷെ എന്നാലും വലിയതൊക്കെ, അതായത് ഫുൾ ബാൽക്കണി ഒക്കെ ഇടുകയാണെങ്കിൽ ഇത് വെച്ചിട്ടേ നമുക്ക് മുതലാവുള്ളൂ കേട്ടോ. ഇത് വെച്ചിട്ടൊന്നും നമുക്ക് ഫുൾ ബാൽക്കണി ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇതിനെക്കാണ്ട് എന്തുകൊണ്ട് ഇഷ്ടം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓൾട്ടർനേറ്റ് നോക്കുന്നുണ്ട്. ഇതിനെക്കാണ്ട് ഭംഗിയുള്ളത് വേണം, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതൊക്കെ വേണമെങ്കിൽ ഇത് നല്ലതാണ്. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞ പോലെ പറക്കുന്ന തെളികൾ ബസ്സിലും പിന്നെ ഈ ട്രക്സിലൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ടാവില്ലേ, ട്രക്സ് ഒക്കെ ഉണ്ടാവില്ല, അതിൽ ലൈറ്റ് പോലെ തോന്നും. പക്ഷെ ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കാണാനായിട്ട്. എന്നാൽ മൾട്ടി കളറും ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് തന്നെ വൈറ്റും ഉണ്ട്, എനിക്ക് തോന്നുന്നു വോമും ഉണ്ട് തോന്നുന്നു. പക്ഷെ കൂടുതലും എല്ലാവരും മേടിക്കുന്നത് ഇങ്ങനത്തെ മൾട്ടി കളർ തന്നെയാണ്. ഇതിൽ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊരു മാറ്റ് ഫിനിഷ് പോലെ ഉണ്ട്, നല്ല രസമായിട്ടുണ്ട്, നല്ല ക്യൂട്ടാ. അടുത്ത ലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റാർ ലൈറ്റ് ആണ്. ഇത് ഞാൻ നോക്കിയിട്ട് എനിക്ക് എടുക്കാൻ കിട്ടുന്നില്ല. ക്രിസ്മസ് ട്രീയുടെ ചുറ്റും ഞാൻ നല്ലോണം അങ്ങോട്ട് ചുറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങോട്ട് താഴേക്ക്, ഇപ്പൊ തന്നെ താഴേക്ക് വന്നു തുടങ്ങി, എല്ലാം കൂടി ഇങ്ങോട്ട് താഴേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഐ ഹോപ്പ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ. ഞാൻ നല്ല ക്ലോസപ്പ് കാണിച്ചു തരാം. അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, സ്റ്റാർ ലൈറ്റ്സ് ആണ്. പക്ഷെ എന്റെ മണി പ്ലാന്റ് കാണാം, ഒന്നും കാണാനില്ല അല്ലെ. ഇത് കണ്ടോ, സ്റ്റാർ ആണ് കേട്ടോ. അപ്പോൾ ഇതും അധികം ഇല്ല കേട്ടോ, കഷ്ടി ഒരു 1-2 മീറ്ററേ ഉള്ളൂ. പക്ഷെ ഇത്തിരി വിലയുണ്ട്, 300 റുപ്പീസ് ആണ്. പക്ഷെ സ്റ്റാർ അല്ലേ, ഇത് കണ്ടോ. ഇതിപ്പോ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തു കേട്ടോ. ഇതെങ്ങനെയാണ് സ്റ്റാർ ഉള്ളത്. ഇത് സ്റ്റാർ ആയതുകൊണ്ടും ഇതിന്റെ ലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആണ്. ഞാൻ കാണിച്ചത് കണ്ടോ, ഇതിന്റെ ലൈറ്റ് നല്ല ബ്രൈറ്റ് ആണ്.
പിന്നെ ഇതിൻ്റെ ഈ വയർ കണ്ടോ, ഇത് ട്രാൻസ്പെറൻറ്റ് കൈൻഡ് ഓഫ് വയറാണ്. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീയുടെ ഒപ്പം നന്നായിട്ട് ചേരും എന്നുള്ളതാണ്. നല്ല രസമായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ആവും. അപ്പോൾ ക്രിസ്മസ് ട്രീയുടെ ചുറ്റും സ്റ്റാറിൻ്റെ ഫെയറി ലൈറ്റ്സ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്യാം. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ഭയങ്കര ആപ്റ്റാണ് കേട്ടോ. വൻ പൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫെയറി ലൈറ്റ് ആണ്. അപ്പോൾ സ്റ്റാർ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരെണ്ണം കൂടി കാണിച്ചു തരാനുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ ദീപാവലി ഡെക്കറേഷൻ ബ്ലോഗിലാണ് തോന്നുന്നു ഞാൻ അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ. ഭയങ്കര കോമൺ ആണ്. അതുകൊണ്ട് ഇത് എനിക്ക് ഇതിനുള്ള സ്നേഹത്തിന് കുറഞ്ഞോ എന്നൊരു സംശയം. കാരണം അത് ഭയങ്കര കോമൺ ആണ്. എല്ലാവരുടെ വീട്ടിലുണ്ട്. ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമുക്ക് മേടിക്കാം. പിന്നെ നമുക്ക് പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാമല്ലോ. എല്ലാവരും ഇപ്പോൾ ബാൽക്കണിയിൽ തൂക്കിയിടാം, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ റൂമിൽ തൂക്കിയിടാം. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വെറൈറ്റി ആക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ ഓഫ് ലൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാറാണ്. ക്രിസ്മസിന് ഭയങ്കര ആപ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ പല മോഡലിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ സ്റ്റാർ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ദിയ ഉണ്ട്, അതല്ലെങ്കിൽ വേറൊരു ഷേപ്പിലുള്ളതുണ്ട്. ഇതിപ്പോൾ വോമാണ്, അതായത് ഒരു യെല്ലോയിഷ് ലൈറ്റ് ഉള്ളത്. ഇത് കണ്ടത് ഒരു യെല്ലോയിഷ് ലൈറ്റ് ആണ്. ഇതിൻ്റെ തന്നെ വൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടി കളർ ഉണ്ട്. മൾട്ടി കളർ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് കാണാൻ. അതിന് കുറച്ച് വില കൂടുതലാണ്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ഒരു ലൈൻ ഒരു കുട്ടി സ്റ്റാർ ആണെങ്കിൽ അടുത്ത ലൈൻ എന്ന് പറയുന്നത് വലിയ സ്റ്റാർ ആണ് കേട്ടോ. കണ്ടോ? അപ്പോൾ നമുക്ക് ബാൽക്കണിയുടെ ഒക്കെ മീതെ ആയിട്ട് ഇങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ ഇറ്റ് ലുക്സ് ഗോർജിയസ് ട്ടോ. നല്ല രസമാണ്. നമ്മളിപ്പോൾ ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ തൂക്കിയിടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന ബാൽക്കണിയിൽ. പക്ഷേ സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച കാരണം ഇപ്പോൾ ഇത് എത്ര നാളെ, ഒരു മാസമൊക്കെ ആയില്ലേ. അപ്പോൾ അത് ഊരിപ്പോന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഊരി എടുത്തു കേട്ടോ. ഞാൻ അവിടെ പിക്ചർ കാണിക്കാതെ എങ്ങനെയാണെന്നുള്ളത്. മാത്രമല്ല ബ്ലോഗിൻ്റെ ലിങ്ക് ഇടാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫോർ ദി മണി വി പേ ഭയങ്കര ബോർത്താണ്. 500 രൂപയുള്ളൂ. നല്ല നീളമുണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറിൽ ലൈറ്റ് ഉണ്ട്, അത് കൂടാണ്ട് ഈ ലൈനിലും ലൈറ്റ് ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്. മുകളിലായിട്ട് ഇങ്ങനെ തൂക്കിയിടാണെങ്കിൽ ഉണ്ടല്ലോ, താഴെയായിട്ടുള്ള മുകളിലായിട്ട് തൂക്കിയിടാണ്. നമ്മുടെ ജനലയുടെ ഫ്രണ്ടിലിടുന്ന കേർട്ടൻ ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തൂക്കിയിടാണെങ്കിലും ഒക്കെ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇത് ഇത്തിരി കോമൺ ആണ്. എനിക്കറിയില്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ എത്ര എണ്ണം കോമൺ ആണെന്ന് എനിക്കറിയില്ല. ഗോവയിൽ ഭയങ്കര കോമൺ ആണ്. ഇപ്പോൾ നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ ഇതേ ലൈറ്റ് ഒരു 10 വീട്ടുകാരെങ്കിലും ഇട്ടിട്ടുണ്ട്. അതോടെ കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടുള്ളത് വേണ്ടാന്നുണ്ട് വെച്ചാൽ അത് വേണ്ട. ഇതിൽ തന്നെ വേറെ ഷേപ്പ് മേടിക്കില്ലെങ്കിൽ ആവാട്ടോ. പക്ഷെ ഈ സ്റ്റാർ ആകുമ്പോൾ ഭയങ്കര ക്രിസ്മസ് ആപ്റ്റാണ്, അതൊരു കാര്യം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു മേളിലത്ത് അങ്ങനെയായിട്ട് ഇടണം ഇല്ലെങ്കിൽ ഒരു അടിയായിട്ട് ഇടണം എന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കോർണറിലായിട്ട് ഇതേപോലെ ഇടണമെങ്കിലും നല്ല രസമുണ്ടാവും കേട്ടോ. ഇറ്റ് വുഡ് ലുക്ക് ഗോർജിയസ്. നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഫെയറി ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫെയറി ലൈറ്റും കൂടി ഉണ്ട്. അത് ഇത് കണ്ടോ, ഇങ്ങനത്തെ കുഞ്ഞി ഫെയറി ലൈറ്റ് ആണ്. നമ്മുടെ ഫയർഫ്ലൈ ഫെയറി ലൈറ്റ് ആണ്. അപ്പോൾ ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കോർക്ക് പോലെയുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ബാറ്ററി പോയിട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കാം. ഇതാ, അപ്പോൾ ഈ ബാറ്ററി കഴിഞ്ഞത് ഞാൻ എടുത്ത് വെക്കും. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റൗണ്ട് ബാറ്ററി ഇല്ലേ, കുഞ്ഞിങ്ങനെ നമ്മുടെ ഈ കളിപ്പാട്ടങ്ങളുടെ ഒക്കെ ഉള്ളിലുണ്ടാവുന്ന ടൈപ്പ് ഓഫ് ബാറ്ററി ഇല്ലേ, അതാണ്. അത് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ആമസോണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയാണ് പോലെ. ബോട്ടിൽ തന്നെ ആവണമെന്നില്ല, ജസ്റ്റ് ഒരു ബൗളിലേക്കൊക്കെ ഇങ്ങനെ വെക്കാവുന്നതാണ്. പക്ഷെ ബോട്ടിലാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ഈ കോർക്ക് വെച്ചിട്ട് അടയ്ക്കാം. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സംഗതിയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടി ബാറ്ററി ആയതുകൊണ്ട് അധികം നിൽക്കില്ല. നമ്മളൊക്കെ രാത്രി ഫുൾ ടൈം ഇട്ട് വയ്ക്കുകയാണെങ്കിലും ഒന്നും നിൽക്കില്ല. പക്ഷെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് വേഗം ഇട്ട് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ ഓഫ് ചെയ്യാമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ബോട്ടിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു നല്ല ഭംഗിയുള്ള ആൽക്കഹോളിൻ്റെ ബോട്ടിൽ എടുക്കുക. നമുക്ക് ഈ കടയിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമല്ലോ. അതിൻ്റെ ഫ്രണ്ടിലുള്ള ലേബിളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റാം. എന്നിട്ട് ഇത് ബോട്ടിലകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഓൺ ചെയ്യാം. ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതൊരു സെറ്റ് ഓഫ് ഇങ്ങനത്തതിന് ഇത് 10-12 ഉണ്ട്. അതിന് എത്രയാണ് 200-300 റുപ്പീസാണ്. എനിക്ക് തോന്നുന്നു ഭയങ്കര വർത്താണ്, കുഴപ്പമൊന്നുമില്ല. ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. അടുത്തൊരു ഫെയറി ലൈറ്റ് എന്ന് പറയുന്നത് ആകെ കടുങ്കട്ടായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നൂര് എന്തായാലും. പക്ഷെ ഇത് നല്ല അടിപൊളി ഫെയറി ലൈറ്റ് ആണ് കേട്ടോ. കാരണം ഇത് കണ്ടോ, ഇങ്ങനത്തെ ക്ലിപ്പ് സഹിതം ഉള്ളതാണ്. ഇത് ക്ലിപ്പായിട്ടുള്ളതാണ്.
കണ്ടോ? അപ്പോൾ ഇതിൽ നമുക്ക് ഫോട്ടോ തൂക്കിയിടാം. അപ്പോൾ നമുക്ക് ഒരേ സമയം തന്നെ 2 ഡെക്കറേഷനായി. ഒന്ന് ഫെയറി ലൈറ്റും ആണ്, അതിൻ്റെ ഒപ്പം തന്നെ ഫോട്ടോയും കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് ഫോട്ടോ തൂക്കിയിടാൻ ഇങ്ങനെ തന്നെ വേണമെന്നില്ല. നമ്മൾ സാധാരണ ഈ ഫെയറി ലൈറ്റൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ക്ലിപ്പ് വെച്ചിട്ട്, വുഡൻ ക്ലിപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടില്ല, അതല്ലെങ്കിൽ നമുക്ക് വെറുതെ സെലോ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് ഒട്ടിക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ക്ലിപ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ ആക്കണ പേപ്പർ ക്ലിപ്സ്, അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഫോട്ടോ ഇടാം കേട്ടോ. പക്ഷേ ഇത് കുറച്ച് രസമാണ്. ഇതിങ്ങനെ ഹാർട്ട് ഷേപ്പ് അല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് റൂമിലേക്ക് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ റൂമിൽ ഞാൻ ജസ്റ്റ് വെറുതെ ഫോട്ടോ ഇങ്ങനെ വെറുതെ ഒട്ടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ആകുമ്പോൾ പിന്നെ രസം ഉണ്ടാവുമല്ലോ, ഇതിൽ തന്നെ വെക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ഇതൊരു 300 റുപ്പീസാണ്. അത്യാവശ്യത്തിന് വലിപ്പമുണ്ട്, ഒരു 1.5 മീറ്ററോളം ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ ഈ ഹാർട്ടിൽ മാത്രമേ ലൈറ്റ് ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്കൊന്നും ലൈറ്റ്സ് ഒന്നുമില്ല. കിരികിലാ ശബ്ദം ഉണ്ടല്ലേ. ഇത്രയും ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഒരു ഹാർട്ട് കഴിഞ്ഞാൽ അടുത്ത ഹാർട്ടിലേക്ക് ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ വേറെ ലൈറ്റ്സ് ഒന്നുമില്ല, ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഫോട്ടോ ഇടാൻ പറ്റിയിട്ടില്ല ഫെയറി ലൈറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. 300 റുപ്പീസിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സംഗതികൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ, റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. അതിൽ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എന്തായാലും ഈ ഫെയറി ലൈറ്റ് നല്ലതാണ്. അധികം ആയിട്ടില്ല കേട്ടോ, ഞാൻ മേടിച്ചിട്ട് അധികം ഉപയോഗിച്ചിട്ടും ഇല്ല. അത് ഞാൻ ഒരു രാത്രിയായിട്ട് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ, എങ്ങനെയുണ്ടെന്ന് വർക്ക് ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എനിക്കത് കേട് വരാനുള്ള ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ലൈറ്റ്സ് ആണ്. ഇതെനിക്ക് തോന്നുന്നു എല്ലാ കടകളിലും കിട്ടും. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ കടയിൽ നിന്ന് മേടിച്ചത്. കടയിൽ നിന്നും അല്ല കേട്ടോ, നമ്മുടെ ഇവിടെ ക്യാമ്പസിനകത്ത് അങ്ങനെ ഉണ്ടാക്കി വിക്കറ്റ് ചെയ്യണതാണ്. ഇത് ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആയിരുന്നു. ഇത് 200 റുപ്പീസ് പറ്റിയാണ്. ഒരുപാട് നീളമുണ്ട് കേട്ടോ, നല്ല നീളമുണ്ട് ഇതിന്. നമുക്ക് ബാൽക്കണി ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വീടിൻ്റെ ഓടിൻ്റെ അവിടേക്ക് ഇടാം, അല്ലെങ്കിൽ ലൈക്ക് മേളിൽ സീലിങ്ങിൻ്റെ അവിടേക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തതേ മുതലാവുള്ളൂ. അല്ലാണ്ട് നമ്മളത് ഇങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ മേടിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനത്തേനൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ വെറുതെ നമുക്ക് കടയിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും. ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആണ്. ഇങ്ങനത്തെ മേടിച്ചാൽ മതി കേട്ടോ. അതെല്ലാം നമുക്ക് റൂം ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടാണ്, ബാൽക്കണിയുടെ കുഞ്ഞി ഭാഗമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനത്തെ മേടിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇൻ കേസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഫെയറി ലൈറ്റ്സ് വെച്ചിട്ട് തന്നെ വലിയ അധ്വാനമൊന്നും ഇല്ലാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് വേണ്ടത് നോക്കിയിട്ട് 1 or 2 മേടിച്ചാൽ തന്നെ ധാരാളമാണ്. ഇതിപ്പോൾ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേറ്റ് ചെയ്യണം, പിന്നെ ക്രിസ്മസ് ട്രീ, റൂം ഡെക്കറേറ്റ് ചെയ്യണം, അങ്ങനെ നമുക്ക് ഓരോ സ്ഥലവും ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിലും കൂടിയിട്ടാണ് ഇത്ര അധികം മേടിക്കുക. നമുക്ക് ഇത്ര അധികത്തിൻ്റെ ഒരു ആവശ്യമില്ല. വേണ്ടത് നോക്കിയിട്ട് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. വേണ്ടത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് അത് മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് സീരീസിലെ അടുത്തൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കഴിഞ്ഞ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയുണ്ട്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് വേറെ കൈൻഡ് ഓഫ് ക്രാഫ്റ്റ് വേണമെങ്കിൽ എന്തായാലും പറയൂ. ഞാൻ വിചാരിച്ചു ഇത്തവണ ഞാനിങ്ങനെ ഭയങ്കര സിമ്പിൾ ആൻഡ് ബേസിക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഗതികളൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇനിയും സ്പെൻഡ് ചെയ്യണ്ട, രണ്ടാമത് എല്ലാം നമുക്ക് പെട്ടെന്നൊന്നും അവൈലബിളും അല്ലല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സംഗതികൾ വെച്ചിട്ട് ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ സിമ്പിൾ ക്രാഫ്റ്റ് ചെയ്യണത്. എനിക്ക് അത്രയ്ക്ക് അറിയുള്ളൂ കേട്ടോ, അതും പറയണല്ലോ. എനിക്ക് ഭയങ്കര ഗംഭീരമായിട്ട് കുറച്ച് അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ അറിയാവുന്ന രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇൻ കേസ് വേറെ വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിനി നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.